ലോകമാണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യരെല്ലാം മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഹുഫാതൻ ഉറാതൻ ഉർലാ, നഗ്നരായി കർമ്മം ചെയ്യാത്തവരായി എല്ലാവരും മഹ്ശറയിൽ സമ്മേളിക്കപ്പെടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയേ, അങ്ങനെ നഗ്നരായി കൊണ്ടാണ് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതെങ്കിൽ അവർ പരസ്പരം നഗ്നതയിലേക്ക് നോക്കുകയില്ല നബിയേ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആയിഷ, ആ പരലോകം എന്ന് പറയുന്നത്, മഹ്ശറ എന്ന് പറയുന്നത് അങ്ങനെ പരസ്പരം നഗ്നതയിലേക്ക് നോക്കി നിൽക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമാവുകയില്ല ആയിഷ. എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക? എങ്ങനെയാണ് പടച്ചറപ്പിന്റെ കോടതിയിൽ വിചാരണയിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് എല്ലാവരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാണ്. പ്രിയമുള്ളവരെ, അതാണ് മഹ്ശറ എന്ന് പറഞ്ഞാൽ. നമ്മൾ പോറ്റി വളർത്തിയ മക്കൾ അവിടെ ഉണ്ടാകും, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവിടെ ഉണ്ടാകും, പലരും അവിടെ ഉണ്ടാകും. പക്ഷേ ആരും അവിടെ സഹായിക്കാൻ കഴിയില്ല. നഫ്സി 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 നഫ്സിയാ, എനിക്കെന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്ന ലോകമാണ്. ആരുമാരെയും അവിടെ സഹായിക്കാൻ വരികയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. എത്ര കൃത്യമായി കൊണ്ടാ പടച്ചറബ് നമ്മളോട് പറയുന്നത്. അവനവന്റെ ഇണകളെ വിട്ട് ഓടി പറയുന്ന ദിവസമാണ്, അവനവന്റെ സഹോദരങ്ങളെ വിട്ട് ഓടി പറയുന്ന ദിവസമാണ്, അവനവന്റെ കൂട്ടുകുടുംബങ്ങളെയും ഏതൊക്കെ അടുത്ത ബന്ധുക്കളുണ്ടോ അവരെയെല്ലാം വിട്ട് ഓടി പറയുന്ന ദിവസമാണ്. എല്ലാവർക്കും അവനവന്റെ കാര്യമാണ്. ഏതാനും ചാണുകൾക്ക് മീതെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് മനുഷ്യരതാ വിയർപ്പ് മുങ്ങി നിൽക്കുകയാണ്. ഇന്ന് എത്രയോ ദശലക്ഷം പ്രകാശവർഷത്തിന്റെ അപ്പുറം പ്രിയമുള്ളവരെ, ഉദിച്ചുയരുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നില്ലെങ്കിൽ ഏതാനും ചാണുകൾക്ക് മീതെയാണ് നാളെ മഹ്ശറയിൽ ഈ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഒറ്റപ്പെടുന്ന രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് കണങ്കാൽ വരെ വിയർപ്പിൽ മുങ്ങിയ ആളുകൾ അവിടെയുണ്ട്, കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, നെറ്റിത്തടം വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്. അവിടെ അർശിന്റെ തണൽ ലഭിക്കുന്ന പ്രത്യേകമായ അതേ നല്ല മുഅ്മിനീകളായ ആളുകളുമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മഹ്ശറ, ആ മഹ്ശറയിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെടും. അവിടെ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർന, ഞങ്ങളിതാ കണ്ടിരിക്കുന്നു, മഹ്ശറ ഞങ്ങൾ കാണുകയാണ്, ഇവിടുത്തെ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുകയാണ്, ഇവിടുത്തെ ഒറ്റപ്പെടലുകളും ദീനരോധനങ്ങളും ഞങ്ങൾ കേൾക്കുകയാണ്. അതുകൊണ്ട് ഫർജിഅനാ, ഞങ്ങളുടെ ദുനിയാവിലേക്ക് മടക്കണേ റബ്ബേ. പടച്ചവരോട് നേടാണ്, അല്ലാഹുവോട് കരഞ്ഞു പറയുകയാ പ്രിയമുള്ളവരെ. എന്നിട്ട് എന്തിനാ ദുനിയാവിലേക്ക് മടങ്ങുന്നത്? നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം റബ്ബേ. ഞങ്ങൾ നമസ്കാരത്തിൽ കൃത്യതയുണ്ടായിരുന്നവരല്ല, ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിച്ചവരല്ല, ഞങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ മുഖവിലക്കെടുത്തവരല്ല. ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് നീ മടക്കിയിരുന്നുവെങ്കിൽ പടച്ച റബ്ബേ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം റബ്ബേ. എന്നിട്ട് അവിടുന്ന് അവർ പറയുന്ന ഒരു സംസാരമുണ്ട്, ഇന്നാ മൂഖിനൂൻ, ഇപ്പോൾ ഞങ്ങൾ ദൃഢവിശ്വാസികളായിട്ടുണ്ട്. നമ്മൾ ദുനിയാവിന് എത്ര പരലോകം കേട്ടാലും മഹ്ശറയുണ്ട് എന്ന് കേട്ടാലും അതെല്ലാം ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ പുറത്തു വിടുന്നവരാണ്, അല്ലേ? ഇതൊന്നും ഗൗരവമായി കാണാറില്ല. കാരണം ദൃഢമായ വിശ്വാസമില്ല, പരലോകത്തെ കുറിച്ച് ദൃഢമായ വിശ്വാസമില്ല.
പക്ഷേ അതിന് ദൃഢത വരുന്ന ഒരു സമയമുണ്ട്. അത് നാളത്തെ പരലോകമാണ്, മനുഷ്യരെയാണ്. അവിടെ വെച്ചുകൊണ്ട് മനുഷ്യരതാ ദൃഢമായി അത് വിശ്വസിക്കും. വരുന്നില്ല പ്രിയമുള്ളവരെ, അങ്ങനെ മനുഷ്യരെ അവന് വിചാരണക്ക് വിധേയമാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മാസ് ക്വസ്റ്റ്യൻ ചെയ്യലല്ല, മറിച്ച് ഓരോരുത്തരെയായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരെയും ഓരോരുത്തരെയായി പടച്ചറപ്പിന്റെ കോടതിയിൽ വിചാരണക്ക് വിധേയമാക്കുകയാണ്. ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്കും അതാ സാക്ഷികളെ കൊണ്ടുവരുന്നുണ്ട്. അവന്റെ കൈകൾ സംസാരിക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്നിതാ അവരുടെ വായ്ക്ക് നാം സീൽ വെക്കുകയാണ്. പ്രിയമുള്ളവരെ, സൂറത്ത് യാസീനിന്റെ ആയത്താണ്. ഇന്നിതാ അവരുടെ വായ്ക്ക് നാം സീൽ വെക്കുകയാണ്. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകളാണ് നമ്മോട് സംസാരിക്കുന്നത്. വതശ്ഹദു അർജുലഹും, അവരുടെ കാലുകളാ സാക്ഷി നിൽക്കുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ കൈ സംസാരിക്കും, നമ്മുടെ കാലുകൾ സാക്ഷി നിൽക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലുകൾ സംസാരിക്കും, തുടകൾ സംസാരിക്കും, നമുക്കെതിരെ നമ്മുടെ ശരീരം സംസാരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നത്. നമ്മുടെ കൈകളിൽ പടച്ചറബ് ഗ്രന്ഥം നൽകും. എന്നിട്ട് പറയും, കിതാബക്, നിന്റെ ഗ്രന്ഥം നീ വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഇന്ന് നിന്റെ വിചാരണക്ക് നീ തന്നെ മതിയായവനാണ്. നമ്മുടെ കയ്യിൽ ഗ്രന്ഥം തരും പടച്ചറബ്. എന്ന് പറയും, വായിച്ചു നോക്ക് നിന്റെ ഗ്രന്ഥം. ഓരോരുത്തരുടെയും കൈകളിൽ ഗ്രന്ഥം ലഭിക്കപ്പെടും. എന്നിട്ട് പറയും, ഞാൻ വിചാരണ നടത്തേണ്ടതില്ല, നിങ്ങളുടെ വിചാരണക്ക് നിങ്ങൾ തന്നെ മതിയായവനാ. ആ ഗ്രന്ഥം പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ വായിക്കും. ആ സന്ദർഭത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, നമ്മൾ പറയേണ്ടി വരും, മാലിഹാദൽ കിതാബ്, അച്ചറബേ എന്തൊരു ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്റെ ജീവിതത്തിൽ ആരും അറിയാതെ, എന്റെ മാതാവ് അറിയാതെ, എന്റെ പിതാവ് അറിയാതെ, എന്റെ മക്കളറിയാതെ, എന്റെ നാട്ടുകാരറിയാതെ, വീട്ടുകാരറിയാതെ, തികച്ചും രഹസ്യമെന്ന് ഞാൻ വിചാരിച്ചു പോയ തിന്മകളും അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചെറുതും വലുതും ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥമാണ്. ഇതെന്തൊരു ഗ്രന്ഥമാണ്. മനുഷ്യർ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഇത് വായിച്ചു നോക്കൂ. ആ ഒരു രംഗം പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ അതിൽ നന്മകൾ നമ്മുടെ ആ ഏടുകളിൽ ഉണ്ടാകുമോ? അത് നേടിയെടുക്കാനായി റമളാൻ നന്മകൾ എണ്ണമില്ലാത്ത പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നന്മക്കും അതാ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ ആ പ്രതിഫലം. റമളാൻ അല്ലാത്തപ്പോ നമ്മൾ നിസ്കരിച്ചാൽ അതിന്റെ ഇഖ്ലാസ് അനുസരിച്ചുകൊണ്ട് പടച്ചറബ് അതിന് പ്രതിഫലം നൽകുക 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, റമളാനിലാണെങ്കിലോ അതിനൊരിക്കലും ഒരു പരിധിയില്ലാത്ത പ്രതിഫലം. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് പടച്ചറബിന്റെ അടിമകളോട് എത്ര കാരുണ്യം ചെയ്യുന്നു നമ്മൾ തിരിച്ചറിയണം. തീർന്നില്ല. ഇനി ആ ലൈലത്തുൽ ഖദറിലാണെങ്കിലോ പ്രിയമുള്ളവരെ, 83 വർഷത്തിലധികം നന്മ ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം. ഇതൊന്നും നേടാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ, ഇതൊന്നും കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മളല്ലേ ദൗർഭാഗ്യവാന്മാരായ മനുഷ്യര്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസം പഠിപ്പിച്ചത്, ഈ ലൈലത്തുൽ ഖദറിന്റെ ഹൈറിൽ നിന്ന് തടയപ്പെടുന്നവൻ അവൻ ഭാഗ്യം കെട്ടവനല്ലാതെ മറ്റാരുമല്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകൾ ധാരാളമായി നമ്മൾ അധികരിപ്പിക്കുക. കാരണം ഇത്തരം ഒരു ജീവിതത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ കരയേണ്ട 2 സന്ദർഭം. ഇനി 3ാമത്തെ സന്ദർഭം ഏതെന്നറിയുമോ? മനുഷ്യരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യരത ആനയിക്കപ്പെടുകയാണ്. അങ്ങനെ നരകത്തിലേക്ക് മനുഷ്യർ വീണുകൊണ്ട് ആ നരകത്തിന്റെ തീജ്വാലകളിൽ ഇങ്ങനെ മറിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ആലോചിക്കണം. മനുഷ്യരായ ആളുകൾ ഇന്ന് ഭൂമി ലോകത്ത്
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിന്റെ 69ഉം 70ഉം ഇരട്ടി ചൂടുള്ള നരകമാണ്. അതിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴേക്കതാ അതിന്റെ ഗർജനം വിദൂരതയിൽ നിന്ന് കേൾക്കുകയാണ്. എന്തൊന്ന് ഇട്ടുകൊടുത്താലും ഒന്നിനെയും അവശേഷിപ്പിക്കാത്ത നരകമാണ്. ഇങ്ങനെ എത്രയെത്ര വിശേഷണങ്ങളാ പ്രിയമുള്ളവരെ. ആ നരകത്തിന്റെ കാവൽക്കാരായി 19ഓളം മലായിക്കത്തുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ നരകത്തിലേക്ക് മനുഷ്യരങ്ങൾ വീണുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വിചാരിച്ചു പോകുമങ്ങ് കത്തിയങ്ങ് തീരുമെന്ന്. പക്ഷേ തീരില്ല. ഒരു തൊലിയങ്ങ് കരിയുമ്പോഴേക്ക് പടച്ചിറപ്പ് മറ്റൊരു തൊലിയെ പകരം നൽകുകയാണ്. മരിക്കൂല. അതാണ് അതിന്റെ പ്രത്യേകത. നരകത്തിൽ പിന്നെ മരണമല്ല. ഒരു തൊലി കരിയുമ്പോഴേക്ക് അടുത്ത തൊലി തരും. സഹോദരങ്ങളെ, നരകത്തിലേക്ക് പോകുന്ന മനുഷ്യന്റെ രൂപം ഇതുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നരകാവകാശിയായ ഒരു മനുഷ്യന്റെ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റൊരു ഷോൾഡറിലേക്കുള്ള ദൂരം അതിവേഗതയിൽ വാഹനത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ 3 ദിവസം യാത്ര ചെയ്താലെത്തുന്ന ദൂരമായിരിക്കും. അങ്ങനെ വിടുക, അങ്ങനെ നരകത്തിലേക്ക് പോവുക. ആ നരകത്തിൽ മനുഷ്യർ ഇങ്ങനെ മറിക്കപ്പെടും കൊണ്ടുകൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് മനുഷ്യരതാ നരകത്തിന്റെ സഹിക്കാൻ കഴിയാത്ത ചൂട്, സഹിക്കാൻ കഴിയാത്ത അതിന്റെ ഭീകരമായ അവസ്ഥ നിമിത്തം അവിടെ വെച്ചുകൊണ്ട് മനുഷ്യരതാ അട്ടഹസിച്ച് കരയുകയാണ്. എന്നിട്ട് പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ അങ്ങ് പുറത്തു കൊണ്ടുപോകൂ റബ്ബേ, നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം റബ്ബേ. നരകത്തുനിന്ന് മനുഷ്യർ ആവശ്യപ്പെടുന്നത് ദുനിയാവുക്ക് ഒരു തിരിച്ചുപോക്ക്, അത് ലഭ്യമാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. പടച്ചോനെ, ഒന്ന് ദുനിയാവിലേക്ക് ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം, ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം റബ്ബേ. പക്ഷേ പ്രിയമുള്ളവരെ, അല്ലാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന അത്രയും സമയം നൽകിയില്ലായിരുന്നുവോ? ദുനിയാവിൽ 40 വർഷം ജീവിക്കാൻ നിനക്ക് ആയുസ് നൽകിയില്ലേ? 50 വർഷം ജീവിക്കാൻ നിനക്ക് ആയുസ് നൽകിയില്ലേ? 60-70 വർഷക്കാലത്തോളം നിനക്ക് ജീവിക്കാൻ ആയുസ് നൽകിയില്ലേ? നിനക്ക് ചിന്തിക്കാനുള്ള എത്ര സമയമാ തന്നത്? മാത്രമല്ല, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരും വന്നില്ലായിരുന്നുവോ? ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, മരണശേഷം ഒരു വിചാരണയുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്ന ഉത്ബോധകന്മാർ, പ്രവാചകന്മാർ, താക്കീതുകാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളിത് അറിയാത്തൊന്നല്ലല്ലോ, നിങ്ങൾക്ക് ഈ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഉത്ബോധകന്മാർ ദുനിയാവിൽ വന്നില്ലായിരുന്നുവോ? മറുപടി ഇല്ല എന്നല്ല, വന്നു കേട്ടോ. അല്ലാഹു പറയും, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾക്കൊരു രക്ഷയും ഇവിടെയില്ല. കാരണം ആ താക്കീതുകാർ നിങ്ങളോട് ദീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അക്രമികൾക്ക് ഒരു സഹായം അവിടെ ഇല്ല തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാകരുത്, ഒരു നഷ്ടബോധം ഉണ്ടാകരുത്. ഇത്രയും കാലം ജീവിച്ചിട്ട് പടച്ചോനെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകരുത്. അതിനാണ് പ്രിയമുള്ളവരെ ഈ റമളാൻ നന്മകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ, അവിടുന്ന് അവസാനത്തെ പത്തെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മുറുക്കിയെടുക്കുകയാണ്. കുടുംബങ്ങളെ മുഴുവൻ എഴുന്നേൽപ്പിക്കുകയാണ്. രാത്രിയെ ജീവിപ്പിക്കുകയാണ്. രാത്രിയെ ജീവിപ്പിക്കുക മാത്രമല്ല, അവസാനത്തെ പത്തെത്തിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ദിവസങ്ങളിൽ പ്രയത്നിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടുന്ന് പ്രയത്നിക്കുമായിരുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ പള്ളികളുടെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? ആദ്യ ദിവസങ്ങളിലുള്ള അത്രയും ആളുകൾ അവസാനത്തെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലില്ല.
പല പള്ളികളിലും ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തോടുകൂടി പള്ളിയോട് സലാം പറയുന്ന ആളുകളുമുണ്ട്. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് കഴിഞ്ഞു എന്ന പല ആളുകളുടെയും കാഴ്ചപ്പാടുകൾ അല്ലേ സഹോദരങ്ങളെ. അവസാന സമയം വരെ 29-ന് നമ്മൾ ചന്ദ്രനെ കാണുകയാണെങ്കിൽ സഹോദരങ്ങളെ അടുത്ത ദിവസം പെരുന്നാളാണ്. ആ മഗ്‌രിബ് വരെയും നോമ്പ് തന്നെയാണ്. ആ ഓർമ്മ നമുക്കുണ്ടാകണം. പള്ളികളിൽ നിന്ന് സലാം പറഞ്ഞു പോകരുത് നമ്മൾ. ഇനി ഒരിക്കലും പള്ളിയിലേക്ക് അടുത്ത റമദാനിൽ മാത്രം കടന്നു വരുന്ന ആളുകളായി നമ്മൾ മാറരുത്. ഈ 29 ദിവസം 30 ദിവസം നമ്മുടെ ജീവിതത്തിൽ പള്ളിയുമായി എത്ര അടുത്തു നിന്നോ ആ അടുത്തു നിൽപ്പിനെയും ഉണ്ടാകണം. ഇനിയും പള്ളി മിനാരങ്ങളിൽ നിന്ന് പങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലെത്താൻ നമുക്ക് സാധിക്കണം. ഇനിയും വിശുദ്ധ ഖുർആൻ ഇന്നത്തോടുകൂടി ഞാനൊരു പ്രാവശ്യം വായിച്ചു തീർത്തല്ലോ, ഓതി തീർത്തല്ലോ, ഇനി അടുത്ത റമദാനിലാകാം എന്ന നിലക്ക് നമ്മൾ മാറ്റിവെക്കരുത്. കാരണം പ്രിയമുള്ളവരെ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിലപിടിപ്പുള്ള എല്ലാം അഴിച്ചു മാറ്റപ്പെടുകയാണ്. നമ്മുടെ ശരീരത്തിലെ വിലപിടിപ്പുള്ള എല്ലാം അഴിച്ചു മാറ്റപ്പെടുകയാണ്. നമ്മുടെ കൈകളിൽ ചിലപ്പോൾ വില കൂടിയ വാച്ചുകൾ ഉണ്ടാകും, നമ്മുടെ ശരീരത്തിൽ വില കൂടിയ വസ്ത്രങ്ങൾ ഉണ്ടാകും. പക്ഷേ അതെല്ലാം അഴിച്ചു മാറ്റപ്പെട്ട് ആ ശരീരത്തെ വൃത്തിയായൊന്ന് കുളിപ്പിച്ച് ഏറ്റവും നിസാരമായ 3 വെള്ള തുണിയിൽ ആ ശരീരത്തെ ആളുകൾ പൊതിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ശീതീകരിച്ച റൂമിൽ നിന്നതാ ആ മനുഷ്യന്റെ ശരീരം മണ്ണിന്റെ പടുകുഴിയിലേക്കല്ലേ എത്തിപ്പെടുന്നത്. ഖബറെന്ന് പറയുന്ന ലോകത്തേക്ക് പണക്കാരനും പണിക്കാരനും ഭരണാധികാരിയും ഭരണീയനും എല്ലാവരും ആ 6 അടി മണ്ണിൽ തന്നെയാണ്. ഒരു പണക്കാരനും അവന്റെ ഖബർ ശീതീകരിക്കാൻ ഇതുവരെയും താല്പര്യപ്പെട്ടിട്ടില്ല. നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ പലരുമുണ്ടാകും, പലതുമുണ്ടാകും. മയ്യിത്തു സലാസ, 3 കാര്യങ്ങളാ മയ്യത്തിന്റെ പിറകെ ഉണ്ടാവുക. ഒന്നവന്റെ കുടുംബമാണ്, ഒന്നവന്റെ സമ്പത്താണ്, ഒന്നവന്റെ അമലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫയർജിഉ ഇസ്നാൻ, 2 കാര്യങ്ങൾ മടങ്ങിപ്പോരും. നമ്മുടെ ശരീരത്തെ 6 അടി മണ്ണിൽ വെച്ച് 2 കാര്യങ്ങൾ മടങ്ങിപ്പോരും. നമ്മുടെ സ്നേഹനിധിയായ മക്കൾ, നമ്മുടെ സ്നേഹനിധികളായ കുടുംബക്കാർ, ഇവരൊന്നും ഒരു പരിധിക്കപ്പുറം നമ്മുടെ ഖബറിന്റെ അടുക്കൽ നിൽക്കില്ല പ്രിയമുള്ളവരെ. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയബ്ഖാ അമലുഹു, അവന്റെ അമൽ മാത്രമാണ് അവന്റെ കൂടെ ഖബറിൽ ഉണ്ടാവുക. അവന്റെ അമൽ മാത്രമാണ് ഖബറിൽ കൂടെ ഉണ്ടാവുക. സഹോദരങ്ങളെ, അവസാനത്തെ മനുഷ്യൻ ആ ഖബറിന്റെ ചാരത്തു നിന്നും അങ്ങ് അവസാനിക്കുമ്പോഴേക്ക്, നടന്നു കഴിയുമ്പോഴേക്ക് ഖബറിലേക്ക് വരുന്ന 2 മലക്കുകളുണ്ട്. ആ മനുഷ്യനെതാ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. എന്നിട്ട് അവനെതാ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അനുഭവിക്കേണ്ടതാണ് മരണത്തിന്റെ പുറം. പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കേണ്ടുന്ന ആ ഖബറിലെ ചോദ്യം ചെയ്യപ്പെടലുകൾ. ചോദ്യം എന്താണ് പ്രിയമുള്ളവരെ? ആരാ നിന്റെ റബ്ബ് എന്നാണ്. ആരാ നിന്റെ റബ്ബ് എന്ന ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തുകൊണ്ടാ ചോദിക്കുക, മാ ഹാദർ റജുലുൽ ലദീ ബഅസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിതനായ ഈ പ്രവാചകൻ, ഈ വ്യക്തിത്വമാരാണ്. പിന്നീട് അവരോട് ചോദ്യം, നിന്റെ ഇമാം എന്താണ്? ഖുർആനാണ് ഇമാം. ആമൻതു ബിഹി, അതിൽ ഞാൻ വിശ്വസിച്ചു. വസദ്ദഖ്തു, അത് ജീവിതം കൊണ്ട് സത്യപ്പെടുത്തി എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? ഈ ഖുർആനിന്റെ പാരായണം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച എത്രയോ ആളുകളുണ്ട് അല്ലേ? പാരായണം മാത്രമല്ല സുഹൃത്തുക്കളെ, അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മാത്രമല്ല അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം നമ്മൾ. ആ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ നിലക്ക് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യത നിർവഹിച്ചവർക്ക് ഖബറിൽ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് മരണം കാത്തു നിൽക്കരുത് നന്നാകാൻ. പലപ്പോഴും അങ്ങനെയാണ്. ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കും, ഇതെന്റെ ചെറുപ്രായമാണ്, കുറച്ചു കാലം കഴിയട്ടെ, എനിക്കൊരു 50 ഒക്കെ ആകട്ടെ, എന്നിട്ട് നന്നാകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ,
50ലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ കിടക്കപ്പായിലേക്ക് അടുത്ത ദിവസം പല പ്ലാനിങ്ങുകളുമായി കിടക്കാൻ ചെന്ന ആളുകളായിരിക്കും നമ്മൾ. പക്ഷേ അടുത്ത പ്രഭാതം ഒരുപക്ഷെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരമായാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രഭാതമായാൽ വൈകുന്നേരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത്രയും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും വില കുറഞ്ഞതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മൾ പടച്ച റബ്ബിന്റെ അടുക്കലെത്തിയാൽ ഇനി ഒരു തിരിച്ചു വന്നുകൊണ്ട് കുറച്ച് നന്മ ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. നരകത്തിൽ വെച്ചുകൊണ്ട് കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒരു ആയുസ്സുണ്ട്. ആ സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ തികച്ചും നൈമിഷികം മാത്രമാണ്. ഇതാണ് ശാശ്വതമെന്ന് നമ്മൾ വിചാരിച്ചു പോകണ്ട. ഈ ജീവിതത്തിന്റെ ഇതിന്റെ നൈമിഷികത എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പരലോകത്തെത്തണം, മഹ്ശറയിലെത്തണം. അവിടുന്ന് ചോദിക്കും, നീ എത്ര കാലാ ദുനിയാവിൽ ജീവിച്ചത്? എന്താ മറുപടി അറിയോ? 70 വർഷം എന്നല്ല, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, കുറച്ച് ദിവസമാ ഞാൻ ദുനിയാവിൽ ജീവിച്ചത്, അല്ലെങ്കിൽ ഏതാനും ദിവസമാ ഞാൻ ദുനിയാവിൽ ജീവിച്ചത്. പ്രിയമുള്ളവരെ, ആ മഹ്ശറയിലെ പരലോകത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ യൗമൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അങ്ങനെ എത്ര കാല സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായി? അപ്പോഴാ നമുക്ക് തോന്നുന്നത് ഈ 70, 80 ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാലി വലിദ്ദുനിയാ, എനിക്ക് ഈ ദുനിയാവുമായുള്ള ബന്ധം എന്താണ്? നല്ല ചൂടുള്ള വെയിലുള്ള ദിവസത്തിൽ ഒരല്പസമയം ഒരു മരത്തണലിൽ വിശ്രമിച്ചത്രയും സമയമേ എനിക്ക് ദുനിയാവിലുള്ളൂ. ഇതാ നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഈ ജീവിതം വിട്ട് നമ്മൾ യാത്ര പോകും സഹോദരങ്ങളെ. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ എന്താണുള്ളത്? ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ അപ്പുറം നമ്മുടെ അമലുകൾ മാത്രം കബറിൽ അവശേഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്റെ കയ്യിൽ 40 വർഷം ജീവിച്ചിട്ട് 50 വർഷം ജീവിച്ചിട്ട് എന്താ കൊണ്ടുപോകാനുള്ളത്? പടച്ച റബ്ബ് പറയുന്നുണ്ട്, വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? പടച്ച റബ്ബിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. നമ്മുടെ ശരീരത്തെ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ്. നമ്മുടെ കുടുംബത്തെ കരയിപ്പിക്കുന്ന ദിവസമാണ്. ഒരു വീടിന്റെ അത്താണി നഷ്ടപ്പെടുന്ന ദിവസമാണ്. മൈനറിയത്തീമായി കണ്ടടം ഒളിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതൈബുധമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിക്കുന്നതൈബുധമല്ലേ. എത്ര കുടുംബങ്ങളെ കരയിപ്പിച്ചുകൊണ്ടാ പ്രിയമുള്ളവരെ ഒരു ജനാസ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എത്ര എത്ര ആളുകളാണ് ഏറ്റവും സുന്ദരമായി ജീവിതം നയിച്ചവരാണ് വൈധവ്യത്തിന്റെ പടുകുടിയിലേക്ക് വീണു പോകുന്നത്. എത്ര എത്ര വീടിന്റെ അത്താണികളാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തിരിച്ചു പോക്കുണ്ടല്ലോ. ഒരിക്കലും ദുനിയാവിലേക്ക് തിരിച്ചു വരാത്ത അല്ലാഹുവിലേക്ക് യാത്ര പോകുന്ന ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തഖൂ യൗമാ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ചെയ്തു വെച്ചു പോയതിന് പ്രതിഫലം പരിപൂർത്തീകരിച്ചു നൽകപ്പെടുന്ന ലോകമാണ്. അവിടേക്കാ തിരിച്ചുപോക്ക്. ചെയ്തതെന്തോ അത് കാണും അവിടെ. എത്ര ചെറുതാണെങ്കിലും അതവിടെ കാണിക്കപ്പെടും, എത്ര വലുതായാലും കാണിക്കപ്പെടും. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ സഹോദരങ്ങളെ അത് കാണിക്കപ്പെടുന്ന ലോകമാണ്. അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും കാണിക്കപ്പെടുന്ന ലോകമാണ്. ലുഖ്മാൻ തന്റെ മകനോട് പറയുന്നുണ്ട്,
യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഫറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എത്ര ചെറിയ കാര്യമാകട്ടെ, അതിനെ നീ ആകാശലോകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും, ഭൂമി ലോകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും, വലിയ പാറകൾക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്ര നിസാരമായി കൊള്ളട്ടെ, പടച്ചവന്റെ കോടതിയിൽ അത് കാണിക്കപ്പെടും, അത് കൊണ്ടുവരും പ്രിയമുള്ളവരെ. അതുകൊണ്ട് പാപങ്ങളുമായി കൊണ്ട് മരിച്ചു പോകാൻ പാടില്ല. പാപങ്ങളുടെ കറകളുമായി കൊണ്ടുള്ള ഹൃദയവുമായി കൊണ്ട് ലോകത്തോട് വിട പറയാൻ പാടില്ല. അതിനാണ് ഈ റമദാൻ, അതിനാണ് ഈ റമദാനിന്റെ പാപമോചനം, അതിനാണ് ഈ റമദാനിന്റെ തൗബ. പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തയ്യാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാക്കും. വീണ്ടും നിങ്ങൾ തിന്മകൾ ചെയ്താൽ ആ കറുത്ത പുള്ളിയുടെ വ്യാപ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നിന്റെ ഹൃദയം കറുത്തു പോകും. അതിനെ ശുദ്ധീകരിക്കണം പ്രിയമുള്ളവരെ. ഏത് പാപങ്ങളായിക്കൊള്ളട്ടെ, ഏത് തെറ്റുകളായിക്കൊള്ളട്ടെ, തപിക്കുന്ന ഹൃദയവുമായിക്കൊണ്ട്, കണ്ണീരണിഞ്ഞ കണ്ണുകളുമായിക്കൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാൻ, ഏറ്റുപറയാൻ നമ്മൾ തയ്യാറുണ്ടോ? എല്ലാം പൊറുത്തു തരാൻ പടച്ച റബ്ബ് തയ്യാറാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഏത് തെറ്റായിക്കൊള്ളട്ടെ, ഏത് പാപമായിക്കൊള്ളട്ടെ. അതുകൊണ്ട് ആ 99 പേരെ കൊന്നുകളഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ചോദിച്ചു ഒരു പണ്ഡിതനോട്, എനിക്ക് തൗബയുണ്ടോ? 99 പേരെ ഞാൻ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതൻ പറഞ്ഞു, 99 പേരെ വധിച്ച താങ്കൾക്ക് എന്തൊരു തൗബയാണിനി? അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ പണ്ഡിതനെയും വധിച്ചു കളഞ്ഞു. അങ്ങനെ 100 തികച്ച ആ മനുഷ്യൻ അങ്ങ് വിദൂരതയിൽ ഒരു പണ്ഡിതനുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടേക്ക് പോവുകയാണ്, തൗബയുണ്ടോ എന്ന് ചോദിക്കാൻ. അങ്ങനെ ആ പണ്ഡിതന്റെ അടുക്കൽ പോയി, ഇങ്ങനെ ഒരു പണ്ഡിതനുണ്ട്, ആള് അടുക്കൽ പോയി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ നാട് വിട്ടിന്റെ സ്ഥലത്തേക്ക് പോകണം, നിനക്ക് തൗബയുണ്ട്. എന്നിട്ട് അദ്ദേഹം കടന്നു പോകുന്ന വഴിയിൽ ആ വ്യക്തി മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ മലക്കിന്റെ 2 വിഭാഗം അവർ പരസ്പരം മത്സരിക്കുകയാണ്. ഇയാൾ നരകാവകാശിയാണ് എന്നും മറ്റൊരു വിഭാഗം ഇവർ സ്വർഗാവകാശിയാണ് എന്നും. അങ്ങനെ ഇയാൾ നടന്നുപോയ ദൂരം പരിഗണിച്ചുകൊണ്ട് അയാൾ തൗബയുടെ ആ സ്ഥലം, അതിലേക്ക് അയാൾ അടുത്തിട്ടുണ്ട് എന്നതിന്റെ പേരിൽ ആ മനുഷ്യന് പുറത്തു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഏത് പാപമായിക്കൊള്ളട്ടെ, ഏത് തെറ്റായിക്കൊള്ളട്ടെ, അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. ഒരു തെറ്റിന്റെ പാപത്തിന്റെ കറയുമായി കൊണ്ട് ശവ്വാലിന്റെ പിറവി കാണേണ്ട ഗതികേട് നമുക്കുണ്ടാകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞത്. 3 ആമീൻ പറഞ്ഞു. നമ്മളെല്ലാം കേട്ടവരായിരിക്കാം. അതിലൊന്നെന്താണെന്ന് അറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നത്. അല്ലേ, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു സാധാരണ പ്രാർത്ഥനയല്ല. എന്താണ് ആ പ്രാർത്ഥന? മൻ അദ്റക റമളാൻ, റമളാനിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കപ്പെട്ടിട്ട് ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് റബ്ബിന്റെ ശാപമുണ്ടാകട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ആമീൻ പറയുന്നത്? മാനവരിൽ മഹോന്നതനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞ ആ ആമീൻ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മുടെ മേലും അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ പാപം പൊറുക്കപ്പെടാതെ ശവ്വാലിലേക്ക് എത്താൻ പാടില്ല. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടണം, നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടണം. തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായി സഹോദരങ്ങളെ നമുക്ക് ശവ്വാലിന്റെ പിറവി കാണാൻ സാധിക്കണം. അതിന് കഴിയുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കറകൾ വന്നിട്ടുണ്ടോ, എന്തെല്ലാം തെറ്റിന്റെയും തിന്മയുടെയും കറകൾ നമ്മുടെ ഹൃദയത്തെ അത് ബാധിച്ചിട്ടുണ്ടോ, അതെല്ലാം കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ നമ്മളാണ് വിജയിച്ചവർ, നമ്മളാണ് വിജയിച്ചവർ. അല്ലെങ്കിൽ നമ്മൾ പരാജിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റബ്ബ സോയിം, എത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സുയാമിഹി ഇല്ല അൽളമഉ വൽ അത്ശ്
അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ മറ്റൊന്നുമില്ല. എത്ര നിന്ന നമസ്കാരക്കാരാണ്. അവരുടെ നിന്ന നമസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നതല്ലാതെ മറ്റൊന്നുമില്ല. കണ്ടോ, ഭൂരിഭാഗം മനുഷ്യരുടെ നോമ്പിന്റെ അവസ്ഥയെ കുറിച്ചാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഈ ഉറക്കമിളച്ചിട്ട് രാത്രി നമസ്കരിച്ചിട്ട് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിന്റെ ഒന്നും പ്രതിഫലം ലഭിക്കപ്പെടാതെ പോകുന്ന ഭാഗ്യം കെട്ട മനുഷ്യരായി നമ്മൾ മാറുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അതാണ് ഏറ്റവും വലിയ പരാജയം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടണം. അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്യണം. ഹൃദയത്തിൽ അതിയായ ഖേദം, വന്നുപോയ തെറ്റിൽ അതിയായ ഖേദം, അതിയായ വേദന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് തേടിയാൽ പറഞ്ഞു കൊടുക്കുന്ന അവരോട്, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തു പോയ എന്റെ അടിമകളെ പറഞ്ഞു കൊടുക്കണം അവരോട്, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നിരാശ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റബ്ബിലേക്ക് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. ആ റബ്ബിനോട് നമ്മുടെ തിന്മകൾ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. ആ റബ്ബുമായി ഹൃദയം നമ്മൾ ബന്ധിപ്പിക്കണം. വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തമായ നിലയ്ക്ക് നമ്മൾ ശവ്വാലിന്റെ പിറവി കാണാൻ പ്രിയമുള്ളവരെ പാടുള്ളൂ. ഇനിയും പാപികളായിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചുകൂടാ. ഇനിയും തെറ്റിലേക്ക് തിരിഞ്ഞു നടന്നുകൂടാ. ഇനിയും പാപങ്ങളിലേക്ക് തിന്മകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നടന്നുകൂടാ. എല്ലാത്തിനോടും നമ്മൾ അതേ ഗുഡ് ബൈ പറയാൻ നമുക്ക് സാധിക്കണം. എല്ലാ തിന്മയിൽ നിന്നും മാറാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും പടച്ച റബ്ബിന്റെ അടിമകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹക്കുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ, ആ ബാധ്യത സഹോദരങ്ങളെ നമ്മൾ കൊടുത്തു വിട്ടണം. ഇല്ലെങ്കിൽ അവന്റെ തൗബ സ്വീകരിക്കില്ല എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. തൗബയുടെ ശർത്തുകളെ പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ അതിയായ വേദനയുണ്ടായാൽ മാത്രം പോരാ, നമ്മൾ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി തേടിയാൽ മാത്രം പോരാ. ഏതെങ്കിലും അടിമകളുമായി ബന്ധപ്പെട്ട് അവരുടെ സമ്പത്ത് അന്യായമായി എടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മൾ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മൾ അന്യായമായി ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും ഗീബത്ത് നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മുടെ നന്മകൾ നാളെ പരലോകത്ത് നമ്മൾ ആരെയൊക്കെ ദ്രോഹിച്ചുവോ, ആരെയൊക്കെ നമ്മൾ ആക്രമിച്ചുവോ, ആരെക്കുറിച്ചെല്ലാം നമ്മൾ ഗീബത്ത് നമീമത്ത് പറഞ്ഞുവോ, അവർക്ക് പടച്ച റബ്ബ് പകരം നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ മരണത്തിന്റെ മുമ്പ്, മരിക്കുന്നതിന്റെ മുമ്പ് സഹോദരങ്ങളെ, ആരെയൊക്കെ കാണേണ്ടതുണ്ടോ അവരെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് കഴിയണം. ആരുടെയെങ്കിലും സമ്പത്ത് നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പോയി കണ്ട് അവരോട് സംസാരിച്ച് അവരോട് പൊരുത്തപ്പെടാൻ നമ്മൾ ആവശ്യപ്പെടണം. മരിക്കാൻ കാത്തു നിൽക്കരുത്. പലപ്പോഴും നമ്മുടെ സമുദായത്തിന്റെ ഒരു അവസ്ഥ, മയ്യത്ത് പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് ആ മയ്യത്തിനെ ചൂണ്ടിക്കൊണ്ട് അനന്തരാവകാശികൾ പറയുന്ന ഒരു സംസാരമുണ്ട്. എന്താണ് ഈ മയ്യത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായ ബാധ്യത നൽകാനുണ്ടെങ്കിൽ, ഇതാ മയ്യത്തിന്റെ മകനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, അവരെ സമീപിക്കണം എന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം വെച്ച് ആ സംസാരിക്കേണ്ട ഗതികേട് നമ്മുടെ കുടുംബക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ പരിഹരിക്കണേ, ജീവിച്ചിരിക്കുമ്പോൾ വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകണേ. ഈ റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നീ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്ന് പ്രിയമുള്ളവരെ, നമ്മൾ പടച്ച റബ്ബിനോട് തേടുമ്പോൾ നമ്മളോട് ഏതെങ്കിലും നിരക്കന്യായം ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അവസാനത്തെ കടമ്പ അതാണ് സിറാത്തെങ്കിൽ, ആ അവസാനത്തെ കടമ്പയിൽ പിടിക്കപ്പെടുന്നതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. അത് ഗൗരവമായി കാണണം. നിസാരമായി കുടുംബ ബന്ധത്തെ കണ്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്,
അതെ, ആ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മസില്ലത്തും വഴുവഴുപ്പുള്ളതാണ്. അതിൽ ഇരുമ്പ് കൊളുത്തുകളുണ്ട്. അതിൽ ഒരു മനുഷ്യനങ്ങ് കയറിക്കഴിഞ്ഞാൽ ആ സിറാത്തിന്റെ അങ്ങേയറ്റത്ത് കുടുംബ ബന്ധമുണ്ട്, അമാനത്ത് കൊണ്ട്. ഈ മനുഷ്യൻ കയറിയാൽ കുടുംബബന്ധം വിളിച്ചു പറയും. അവൻ കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ പടച്ചറബ്ബേ എന്നെ മുറിച്ചു കളഞ്ഞവനാ, അവന് സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യതയില്ല റബ്ബേ. ഇത് കേൾക്കേണ്ട താമസം ആ സിറാത്തിന്മേലുള്ള കൊളുത്തുകൾ കൊണ്ടതാ ആ മനുഷ്യനെ കൊളുത്തിയെന്ന് നരകത്തിലേക്ക് ഇടുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പ്രിയമുള്ളവരെ, കുടുംബബന്ധങ്ങൾ നിസ്സാരമായി കാണണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ. കുടുംബബന്ധം മുറിച്ചവന് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്തവനാ, അവന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാത്തവനാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നമ്മുടെ പിതാവിനോട് തെറ്റ് നിൽക്കുന്നവരുണ്ടെങ്കിൽ, മാതാവിനോട് തെറ്റ് നിൽക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബാപ്പയോട്, എളാപ്പയോട്, മൂത്താപ്പയോട്, അമ്മായിയോട്, ഇങ്ങനെ കുടുംബബന്ധങ്ങളോട് തെറ്റ് നിൽക്കുന്നവരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവരുടെ ബന്ധങ്ങളെ അവർ നന്നാക്കണം, ബന്ധങ്ങളെ നന്നാക്കണം. അല്ലെങ്കിൽ നാളെ പരലോകത്ത് അവസാനത്തെ കടമ്പയിൽ അവൻ പിടിക്കപ്പെടും. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ പലരുമായി തെറ്റി നിൽക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആദ്യം പോയി സലാം പറയുന്നവനാണ് കുടുംബബന്ധം ചേർത്തവൻ എന്നാണ്. ഒരു ലജ്ജയും അതിനുണ്ടാകരുത് പ്രിയമുള്ളവരെ. കാരണം കുടുംബബന്ധം മുറിച്ചവനാണോ അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. ഈ റമദാനിൽ നമ്മൾ ധാരാളം നന്മകൾ ചെയ്തവരാണെങ്കിൽ, ഖുർആൻ ഓതിയവരാണെങ്കിൽ, നമസ്കരിച്ചവരാണെങ്കിൽ, ദിക്റുകൾ ചൊല്ലിയവരാണെങ്കിൽ, സാമ്പത്തികമായ സഹായങ്ങൾ പലർക്കും നമ്മൾ നൽകിയവരാണെങ്കിൽ, ഇതെല്ലാം സ്വീകരിക്കാൻ തടസ്സം നമ്മുടെ ബന്ധങ്ങളിലുള്ള വീഴ്ചകളാണെങ്കിൽ സഹോദരങ്ങളെ, അത് പരിഹരിക്കണം. നമ്മൾ അത് പരിഹരിക്കണം. ഒരിക്കലും ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ മാതാവ്. ചരിത്രത്തെ ആ മാതാവിനെതിരെ ഒരു വ്യഭിചാരാരോപണം ഉണ്ടായി. ആ വ്യഭിചാരാരോപണത്തിൽ പങ്കെടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായ മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയുന്ന വ്യക്തിയാണ്. മിസ്തഹ് ബിൻ ഉസാസ, ആ മിസ്തഹിന് ചെലവിന് നൽകിയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെയുള്ള കുടുംബക്കാരനാണ്. എന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കഴിഞ്ഞിരുന്ന കുടുംബക്കാരൻ സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരാരോപണം നടത്തുകയാണ്, അതിന്റെ വക്താവായി നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പിതാവിനും അത് സഹിക്കാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു, ഇനി മിസ്തഹിന് ഒരിക്കലും ഒരു സാമ്പത്തികമായ സഹായം നൽകുകയില്ല എന്ന് ശപഥം ചെയ്തപ്പോൾ ഏതാനാകാശത്തിന്റെ പുറത്ത് നിന്നതാ പടച്ചറബിന്റെ വഹി വരികയാണ്. പടച്ചറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വഹി ഇറക്കി കൊടുക്കുകയാണ്. നിങ്ങളിൽ കഴിവുള്ള ആളുകൾ പാവപ്പെട്ടവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ വന്നവർക്കും അതുപോലെ തന്നെ മിസ്കീനുകൾക്കും ഒന്നും നൽകുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുതേ. വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുക, നിങ്ങൾ വിശാലത കാണിക്കണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ ആയത്തിറങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞു, എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് മിസ്തഹിന് അഥവാ സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരാരോപണം പ്രചരിപ്പിച്ച മിസ്തഹ് എന്ന് പറയുന്ന കുടുംബക്കാരന് അദ്ദേഹം നൽകിയിരുന്ന എന്തെല്ലാം ചെലവുണ്ടോ, എന്തെല്ലാം സാമ്പത്തികമായ സഹായമുണ്ടോ, അതെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്നുകൊണ്ടിരുന്നു. ഇത്രയൊന്നും നമ്മുടെ കുടുംബക്കാരൻ നമ്മോട് ചെയ്തിട്ടുണ്ടാവൂല. എന്നിട്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ കഴിയുന്നില്ല, എന്നിട്ട് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയുന്നില്ല, എന്നിട്ട് നമുക്ക് അവരുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ശൈത്താൻ വല്ലാതെ സ്വാധീനം നമ്മളിൽ ചെലുത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഒന്നാമത് നമ്മൾ റബ്ബിനോട് വിട്ടുവീഴ്ചക്ക് വേണ്ടി തേടുമ്പോൾ ആ വിട്ടുവീഴ്ച നൽകപ്പെടാൻ പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭ്യമാകാൻ നമ്മൾ അർഹരാകണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന പലർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക. എന്നിട്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നന്മകൾ പടച്ച റബ്ബിന്റെ കോടതിയിൽ സ്വീകരിക്കാൻ യോഗ്യമാക്കുക.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സന്തോഷം ആസ്വദിച്ചവരാണ് അല്ലേ? ഇതുവരെയും നമ്മുടെ റമദാനിന്റെ ഓരോ പകലുകളും അവസാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്നാമത്തെ സന്തോഷം നമ്മൾ അനുഭവിച്ചവരാണ്. നമ്മുടെ അന്നനാളങ്ങളിലൂടെ ആ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങുന്ന ഭക്ഷണപാനീയങ്ങൾ ഇറങ്ങുമ്പോ നമ്മൾ അനുഭവിക്കുന്ന അനിർവചനീയമായ ഒരു അനുഭൂതിയുണ്ട്. നമ്മളെല്ലാവരും ദുനിയാവിൽ ആസ്വദിച്ചവരാണെങ്കിൽ ഇനിയൊരു സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അതേ സ്വർഗാവകാശികൾക്ക് മാത്രം ലഭ്യമാകുന്ന നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന അപാരമായ അനുഗ്രഹം നോമ്പുകാരനുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ മുഅ്മിനുകളെ, അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതിനല്ലേ നമ്മൾ തയ്യാറാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. ولا يشرك بعبادة ربه أحدا. അവനിൽ ആ പടച്ച റബ്ബിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കട്ടെ. പടച്ച റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ പ്രിയമുള്ളവരെ, സൽക്കർമ്മങ്ങളാ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് തോന്നിയതല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്വർഗത്തിലേക്ക് പോകാൻ എന്തെല്ലാം നന്മകളുണ്ട് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതല്ലാത്തത് സ്വർഗത്തിലെത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൂടാ. രണ്ടാമത്തത് എന്താ? ആ റബ്ബിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കട്ടെ. ആ റബ്ബിനോട് മാത്രം ദുആകൾ, ആ റബ്ബിനോട് മാത്രം ദുആഇന്റെ ഇബാദത്തിന്റെ വശങ്ങൾ നൽകുക. ഒരു സൃഷ്ടിയിലേക്കും ഇബാദത്തിന്റെ വശങ്ങൾ പ്രിയമുള്ളവരെ തിരിഞ്ഞുപോയിക്കൂടാ. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. പടച്ച റബ്ബിനെ കാണാനുള്ള യോഗ്യത അവന് നഷ്ടപ്പെടുകയാണ്. ശാശ്വതമായ നരകത്തിന്റെ അവകാശിയായി അവൻ മാറുകയാണ്. ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ ചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടി വാനലോകത്തെ ഉയർന്നു നിൽക്കുന്ന ആ പൂർണ്ണചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാ ചോദിച്ചത്, നിങ്ങൾക്ക് ആ പൂർണ്ണചന്ദ്രനെ കാണാൻ വല്ല തടസ്സവുമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല നബിയേ. എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ആ സൗഭാഗ്യം നമുക്ക് ലഭ്യമാകണം. അല്ലാഹു ആ സൗഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടിയാണ് സുഹൃത്തുക്കളെ നമ്മൾ അധ്വാനിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലാത്തവരാണോ? ആ റബ്ബിനെ കണ്ടുമുട്ടാൻ താല്പര്യമില്ലാത്തവരാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ആളുകൾ, ആ റബ്ബിനെ കണ്ടുമുട്ടാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് നാളെ പരലോകത്ത് പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് നരകമായിരിക്കും അവർക്ക് ലഭ്യമാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ അവർ നരകത്തിന്റെ ഉടമകളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നോമ്പുകാർക്ക് ലഭിക്കുന്ന ഈ രണ്ട് സന്തോഷം നമുക്ക് ലഭ്യമാകണം. ഒന്ന് നമുക്ക് ഇവിടുന്ന് ലഭ്യമാകുന്നുണ്ട്, പക്ഷേ അടുത്തത് നമുക്ക് ലഭ്യമാകുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തെ എത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് കഴിയണം. സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം. നരകമോചനം നമുക്ക് ലഭ്യമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഓരോ ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ആ
ആ റെക്കോർഡിൽ സഹോദരങ്ങളെ നമ്മുടെ പേരുകൾ ഉണ്ടാകണം. അതിന് പര്യാപ്തമായ രൂപത്തിൽ പടച്ചറപ്പിനോട് ഞാൻ തേടിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക, ആലോചിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതില്ല. അവനവന്റെ ശരീരത്തെയാണ് നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത്. അവനവന്റെ പാരത്രികമായ ലോകം, അത് വിജയം കൈവരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളാണ് പ്രിയമുള്ളവരെ ഈ റമദാനിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പ്രത്യേകം വിശ്വാസികൾ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരായ ആളുകളെ, ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ്. മനുഷ്യ ശരീരങ്ങളാ കത്തിക്കപ്പെടുന്നത്. വലിയ വലിയ പാറകളാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. മാത്രമല്ല അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന്റെ കാവൽക്കാരായിട്ട് പരുഷ സ്വഭാവക്കാരായ ഭീകരരൂപികളായ മലക്കുകളുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് നിൽക്കാത്തവരാണവർ. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അത് ചെയ്യുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോടും ഒരു ബാധ്യതയുള്ളതുപോലെ നമ്മുടെ കുടുംബത്തോടും ഒരു ബാധ്യതയുണ്ട്. നമ്മുടെ മക്കൾക്ക് ദീൻ അറിയുന്നവരാകണം. നമ്മുടെ കുടുംബത്തിൽ ദീൻ ഉണ്ടാകണം. ഹറാമിന്റെ കാഴ്ചകൾ നമ്മൾ ഈ റമദാനിൽ ഒഴിവാക്കിയവരാണ്. ഹറാമിന്റെ സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയവരാണ്. ഹറാമിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒഴിവാക്കിയവരാണ്. ഈ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതേ ഹറാമിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൂടാ. അശ്ലീലതകൾ നമ്മൾ കണ്ടുകൂടാ. അനാവശ്യങ്ങൾ നമ്മൾ കണ്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതേ കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്. അൽ ഐനാനി സിനാഹുമാ അന്നദറു വൽ ഉദനാനി സിനാഹുമാ അൽ ഇസ്തിമാ. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ഹറാമായത് കാണല, കാതുകൊണ്ടുള്ള വ്യഭിചാരം ഹറാമായത് കേൾക്കല, കൈകൊണ്ടുള്ള വ്യഭിചാരം ഹറാമായത് പിടിക്കലാണ്, കാലുകൊണ്ടുള്ള വ്യഭിചാരം ഹറാമായതിലേക്കുള്ള നടത്തമാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയപ്പോ സഹോദരങ്ങളെ, ഇനി അശ്ലീലതകൾ നമ്മൾ കണ്ടുകൂടാ, അനാവശ്യങ്ങൾ നമ്മൾ കണ്ടുകൂടാ. ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ എല്ലാ ഹറാമുകളായ കാഴ്ചകളും നമ്മൾ ഒഴിവാക്കിയവരാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോയിക്കൂടാ. 5 നേരം നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നവരാണ്. ഇനി ഒരിക്കലും പ്രിയമുള്ളവരെ നമ്മുടെ നമസ്കാരം നഷ്ടപ്പെട്ടുകൂടാ. നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ നാളെ നരകത്തിൽ അതേ ഫിർഔനിന്റെയും ഹാറൂഖാമാനിന്റെയും അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെ നരകത്തിലായിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ ഇനി റമദാൻ കഴിഞ്ഞാലും പ്രിയമുള്ളവരെ ഇവിടെ സുബഹി ബാങ്ക് ഉണ്ടാകും, ഇവിടെ ളുഹർ ബാങ്ക് ഉണ്ടാകും, ഇവിടെ അസ്ർ ബാങ്ക് ഉണ്ടാകും, ഇവിടെ മഗ്രിബും ഇശാഉം ഉണ്ടാകും. പക്ഷേ ആ പള്ളിയിലേക്ക് വരാത്തവരായി കൊണ്ട് പിന്തു നിൽക്കുന്നവരാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഗൗരവത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ പള്ളിയിൽ വരാതെ പിന്തു നിൽക്കുന്ന ആളുകൾ അവരുടെ വീടുകളിലിട്ട് അവരെ കരിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാതെ, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാതെ പിന്തു നിൽക്കുന്നവർ അവരുടെ വീടുകളിട്ട് കരിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം, ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ അബ്ദുല്ലാ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് നബിയേ. എങ്കിൽ ഫഅജിബ്, ഉത്തരം നൽകണം, പള്ളിക്ക് നിസ്കരിക്കാൻ വരണമെന്ന് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, എല്ലാ അനുഗ്രഹങ്ങളും പടച്ചിറപ്പ് നമുക്ക് നൽകിയപ്പോൾ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നാളെ ഒരു പരലോകമുണ്ട്. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, യൗമ യുക്ശഫു അൻ സാഖിൻ, കണങ്കാൽ പ്രകടമാകുന്ന ആ ദിവസമുണ്ടല്ലോ, വയുദ്ഔന ഇല സുജൂദ്, സുജൂദ് ചെയ്യാൻ ആളുകളെ ക്ഷണിക്കുകയാണ്. പക്ഷേ ഫലാ യസ്തതിഊൻ, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല.
ദുനിയാവിൽ വെച്ച് ബാങ്ക് വിളി കേട്ടപ്പോൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാതെ, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരാത്ത ആളുകളുണ്ടല്ലോ, നാളെ പരലോകത്തും സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. പക്ഷേ അവർക്ക്, പള്ളിയിലേക്ക് വരാത്തവർക്ക് നാളെ പരലോകത്തും സുജൂദ് ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അവരുടെ കണ്ണുകളൊക്കെ വല്ലാതെ ഭീതിജനകമായിരിക്കും, അവരെ നിന്ദ്യതയങ്ങ് ആവരണം ചെയ്തിരിക്കും. വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി വഹും സാലിമൂൻ. അവർ ദുനിയാവിൽ സുരക്ഷിതരായി ജീവിച്ചുകൊണ്ടിരിക്കെ അവരെ സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടവരായിരുന്നു. ദുനിയാവിൽ നിന്ന് അവരെ നമസ്കരിക്കാൻ വിളിച്ചിരുന്നു, പക്ഷെ ഉത്തരം ചെയ്തില്ല. അതുകൊണ്ട് പരലോകത്ത് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. സുജൂദ് ചെയ്യാൻ വിശ്വാസം പഠിപ്പിക്കുക. സുജൂദ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുതുകിൽ ഒരൊറ്റ എല്ലായിട്ടുണ്ടാകും, അവർ മുഖം കുത്തി അവിടെ വീഴും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, 5 നേരം നമസ്കരിക്കാൻ നമുക്കൊരു പ്രയാസവുമില്ല. ഈ റമദാനിന്റെ എല്ലാ ദിനരാത്രങ്ങളിലും നമ്മൾ അത് ചെയ്തവരാണ്. ഇനി അങ്ങോട്ട് അതുണ്ടാകണം. ആ 5 നേരത്തെ നമസ്കാരം ഉണ്ടാകണം, സ്വതക്കകൾ ഉണ്ടാകണം, നോമ്പുകളും ഇനി അങ്ങോട്ടും സുന്നത്ത് നോമ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുന്ന രാത്രി നമസ്കാരമുണ്ടല്ലോ, തറാവീഹും തഹജ്ജുദും ഒക്കെയായി എല്ലാ ദിവസങ്ങളിലും അതുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഒരല്പമെങ്കിലും നമ്മൾ നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം അദ്വമുഹാ വഇൻ ഖല്ല, നിരന്തരം ചെയ്യുന്ന, കുറച്ചാണെങ്കിലും നിരന്തരം ചെയ്യുന്ന കർമ്മമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും സഹോദരങ്ങളെ, ഈ രാത്രി നമസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. 3 ആണോ കഴിയുക, ദിനേന 3 നിർവഹിക്കുക. 5 കഴിയുമോ, ദിനേന 5 നിർവഹിക്കുക. 7 കഴിയുമോ, ദിനേന 7 നിർവഹിക്കുക. എത്രയാണോ കഴിയുക അത് ഒറ്റയാക്കിക്കൊണ്ട് അവസാനിപ്പിക്കുക. അത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ആ നിലക്ക് ദിനേന നമ്മൾ, പ്രിയമുള്ളവരെ, ഈ രാത്രി നമസ്കാരം ഇനിയും നിലനിർത്തി കൊണ്ടുപോകണം. ഒരിക്കലും നമ്മൾ നേടിയെടുത്ത തഖ്വ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. എന്താ പെണ്ണിന്റെ പ്രത്യേകത? ആ പെണ്ണ് ഓരോ ഇഴകളെടുത്ത് അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി അത് ഒരു കയറാക്കി ബലപ്പെടുത്തിയതിനു ശേഷം വൈകുന്നേരമായപ്പോൾ ആ പിരിയെല്ലാം ഉടച്ചു കളഞ്ഞ ഒരു പെണ്ണ്, അതിനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഉദാഹരണത്തോടു കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ 29 ദിവസവും 30 ദിവസവും നോമ്പെടുത്ത് നമ്മൾ നേടിയെടുത്ത തഖ്വ, നമ്മൾ നേടിയെടുത്ത വിശുദ്ധി, നമ്മൾ നേടിയെടുത്ത നന്മകൾ ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം, പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ കെട്ടിപ്പൊതിഞ്ഞു വെച്ച നമ്മുടെ ടെലിവിഷനുകൾ, അതിൽ കാണുന്ന ഹറാമായ കാഴ്ചകൾ, അതിൽ കാണുന്ന സിനിമകൾ, സീരിയലുകൾ, അശ്ലീലതകൾ, നൃത്യരംഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഹറാമുകളുണ്ടോ, ഇനി അത് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം സഹോദരങ്ങളെ ഉണ്ടായിക്കൂടാ. മുസ്ലിം സമുദായം ഈ രംഗത്ത് വളരെയധികം തിന്മയിൽ അകപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേഷവിധാനങ്ങൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. ഇനി യഥാ പെരുന്നാളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇസ്ലാമികമായ നിർദ്ദേശം ഒരു വിശ്വാസിനിയായ പെണ്ണിനുണ്ട്. സ്വാലിഹത്തായ പെണ്ണാണോ അവൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ സ്വീകരിക്കേണ്ടവളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും വരാൻ കഴിയാത്ത ദൗർഭാഗ്യവതികളായ പെണ്ണുങ്ങളുണ്ട്. കാസിയാത്തുൻ, ആരിയാത്തുൻ, മാഇലാത്തുൻ, മുമീലാത്തുൻ, റഊസഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ അവർ നഗ്നകളാണ്. അതേ ഫ്രണ്ട് ഓപ്പൺ എന്നും സൈഡ് ഓപ്പൺ എന്നും ടൈറ്റ് ഫിറ്റ് എന്നും സ്കിൻ ഫിറ്റ് എന്നും ബോഡി ഫിറ്റ് എന്നും അങ്ങനെ പല പേരും പറഞ്ഞുകൊണ്ട് ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളുടെ ഉയർച്ച താഴ്ചകൾ ജനങ്ങൾക്ക് പ്രകടമാകുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല. അത്തരം പെണ്ണുങ്ങൾ അവർ ദൗർഭാഗ്യവതികളാണ്, അവർ അല്ലാഹുവിന്റെ ശാപത്തിന് അർഹരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺമക്കൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ പാടില്ല. മാത്രമല്ല വലാ യജിദുന റീഹഹാ,
അതിന്റെ വീശിയടിക്കുന്ന പരിമളം കിലോമീറ്ററുകളോളം സ്വർഗത്തിന്റെ പരിമളം വീശിയടിക്കുമ്പോൾ ആ പരിമളം പോലും ആസ്വദിക്കാൻ അത്തരം സ്ത്രീകൾക്ക് സാധ്യമാവുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോവുകയാണ്. ഇസ്ലാമികമായ സംസ്കാരം ഉണ്ടാകണം, ഇസ്ലാമികമായ വേഷവിധാനം ഉണ്ടാകണം, ഇസ്ലാമികമായ ധാർമ്മികതയുണ്ടാകണം, ഇസ്ലാം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. സഹോദരങ്ങളെ, കേവലം ഒരു കാനേശുമാരി മുസ്ലിമായി ജീവിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സ്വീകരിച്ച് നല്ല ഈമാനുള്ള, അതേ ഇസ്സത്തുള്ള മുസ്ലിമായി നമ്മൾ മാറേണ്ടതുണ്ട്. ഹറാമിനോട് ഒരു നിലക്കും പ്രിയമുള്ളവരെ സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിക്കൂടാ. പടച്ച റബ്ബിന്റെ കോടതി എന്നുള്ളത് എല്ലാം ആ റബ്ബിന്റെ കോടതിയിൽ പ്രിയമുള്ളവരെ ഹാജരാക്കപ്പെടും, വിചാരണയ്ക്ക് എല്ലാം വിധേയമാക്കപ്പെടും. പിന്നീട് പ്രിയമുള്ളവരെ എല്ലാത്തിനും നമ്മൾ മറുപടി പറയേണ്ടി വരും. രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിച്ചുവെങ്കിൽ അതിന് കഴിയുന്ന ലോകമല്ല. നമ്മുടെ നേതാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ, നിനക്ക് ദുനിയാവിൽ ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക. നൽകാൻ ഒരു പക്ഷേ എനിക്ക് സാധിച്ചേക്കാം, പക്ഷേ പരലോകം അവിടെ നിന്റെ ശരീരത്തെ നിന്റെ ശരീരത്തെ നീ തന്നെ രക്ഷപ്പെടുത്തണം മോളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ, സഹോദരങ്ങളെ, ഒരു പ്രവാചകനായിട്ട് പോലും, ഏറ്റവും ഉത്തമനായ വ്യക്തിത്വമായിട്ട് പോലും തന്റെ മകളെ രക്ഷപ്പെടുത്താൻ അവിടെ കഴിയില്ല എന്ന സന്ദേശം ലോക ജനതയ്ക്ക് അറിയിച്ചു കൊടുത്ത പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരലോകം വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കണം. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മൾ നടത്തണം. മക്കൾ നന്നായി എന്നതുകൊണ്ട് ബാപ്പ രക്ഷപ്പെടില്ല പ്രിയമുള്ളവരെ. ബാപ്പ നന്നായി എന്നതുകൊണ്ട് മക്കൾ രക്ഷപ്പെടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബിയുടെ പിതാവ് രക്ഷപ്പെടണമായിരുന്നു, ലൂത്ത് നബിയുടെ ഭാര്യ രക്ഷപ്പെടണമായിരുന്നു, നൂഹ് നബിയുടെ മകൻ രക്ഷപ്പെടണമായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അവരെല്ലാം നാളെ പരലോകത്ത് നരകത്തിലാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ദീന് പഠിക്കുക, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുക, പ്രവാചകചര്യ നമ്മൾ പഠിക്കുക, അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിശക്തമായ പരീക്ഷണങ്ങൾ ഒരു പക്ഷേ നമ്മൾ നേരിടേണ്ടി വരും. ദീനിനെ മുറുകെ പിടിക്കുന്ന കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരും, അസ്വാബിറു അലാ ദീനിഹി കൽ ഖാബിറി അലൽ ജംറ്, കയ്യിൽ തീക്കട്ട പിടിക്കുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും ദീന് പിടിച്ച് ജീവിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും പ്രിയമുള്ളവരെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ റബ്ബിലേക്ക് ആത്മാർത്ഥമായി തേടാൻ നമുക്ക് കഴിയണം. ആ റബ്ബിലേക്ക് ആത്മാർത്ഥമായി തവക്കുലാക്കാൻ നമുക്ക് കഴിയണം. ആ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. ഒരു ഇടയാളനമില്ലാതെ ആ റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്ക് കഴിയണം. എങ്കിൽ ആ പടച്ച റബ്ബ് നമ്മെ സഹായിക്കും. ആ പടച്ച റബ്ബിന്റെ സഹായം ലഭ്യമാകാൻ നമ്മൾ അർഹരാകണം പ്രിയമുള്ളവരെ. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതം വിശുദ്ധമാക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചകചര്യ പഠിക്കുക, പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക. ഇനി ഒരിക്കലും തിന്മയിലേക്കുള്ളൊരു തിരിച്ചുപോക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അതേ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അല്ലാഹുവിനോട് നമ്മൾ തേടുക. നമുക്ക് വിജയമുണ്ടാകും, നമുക്ക് സ്വർഗം ലഭിക്കും, നമുക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ പടച്ച റബ്ബ് നൽകും പ്രിയമുള്ളവരെ. അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളാകണം ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങൾ, അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തലുകളാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ പ്രിയമുള്ളവരെ, വിശുദ്ധരായിക്കൊണ്ട് ശവ്വാലിന്റെ പിറവി കണ്ടാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, സംസ്കരിക്കപ്പെട്ടവൻ, എല്ലാ രംഗത്തും വിശുദ്ധി കൈവരിച്ചവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. അവൻ അവന്റെ റബ്ബിന്റെ നാമം ഉച്ചരിക്കട്ടെ, അവൻ തക്ബീർ ധ്വനികൾ മുഴക്കട്ടെ, എന്നിട്ട് അവൻ 2 റക്അത്ത് നമസ്കരിക്കട്ടെ. അവർക്കുള്ളതാണ് പെരുന്നാൾ, അവർക്കുള്ളതാണ് ഈദ്, വിശുദ്ധി നൽകപ്പെട്ടവർക്കുള്ളതാണ് പ്രിയമുള്ളവരെ തക്ബീർ ധ്വനികൾ ഉച്ചരിക്കാനുള്ള ധാർമ്മികമായ ആ
അവകാശം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന് മഹത്തായ ഒരു ആശയമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ്. എന്റെ കുടുംബമല്ല, എന്റെ നാട്ടുകാരല്ല, എന്റെ മഹല്ലല്ല, എന്റെ നാട്ടിലുള്ള ആരുമല്ല. എന്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനമാണ് തക്ബീർ ധ്വനികളിലൂടെ ഒരു മുസ്ലിം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ടാകണം. അത് നേടിയെടുക്കണം. ഈ റമദാനിൽ പടച്ചറപ്പിലേക്ക് വിനയപ്പെടുക, പടച്ചറപ്പിന് കീഴ്പ്പെടുക, പരിപൂർണമായ മുസ്ലിമാവുക, പരിപൂർണമായ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക, ഈമാനുള്ളവരായി ജീവിക്കുക, ഈമാനുള്ളവരായി മരിക്കാൻ കഴിയുക. അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അവർക്കാണ് മലക്കുകളുടെ സന്തോഷ വാർത്തയുമായി ലോകത്തുനിന്ന് വിട പറയാൻ സാധിക്കുക. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന സ്വാലിഹീങ്ങളായ നോമ്പുകാരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ഇടപാടുകളിലും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടകളിലും സന്താനങ്ങളിലും അല്ലാഹു പൊൻകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته.